ഇയാളെന്തിനാ എപ്പോഴും ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നത്? ഇങ്ങനെ പോയാൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നല്ല പൊക്കത്തിൽ വെച്ച് കേട്ട് ഇവിടെ ഒരാൾ വന്ന് അപ്പുറത്ത് കാണരുത്. ശരി ചേച്ചി, നല്ലോലെ അടുത്ത വീട്ടുകാരന്റെ ശല്യം കൊണ്ടായിരിക്കും ഓല വെച്ച് മറക്കണതല്ലേ ചേച്ചി? അതിനെ കുറിച്ച് ഞാൻ പിന്നീട് വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ ജോലി ചെയ്താൽ മതി. എന്നാ എന്താ സിസ്റ്ററെ, ഇവിടെ ടൂർണമെന്റ് എക്സിബിഷനോ വല്ലോ നടക്കാൻ പോവാന്നോ? തലയ്ക്ക് മേളിൽ കെട്ടി മറിക്കുന്നു. ഓ അല്ല ബ്രദറെ, കന്നുകാലി ഇവിടെ ഭയങ്കര ശല്യം. സിസ്റ്റർ കള്ളം പറയുക, കള്ളന്മാര് കയറാതിരിക്കാൻ വേണ്ടിയില്ലയോ? ചേച്ചേ, തന്നെ കുറിച്ച് ഞാൻ അങ്ങനെ പറയൂ? എന്നെ പറയില്ലെന്ന് എനിക്കറിയാം. നമ്മൾ രണ്ടുപേരും ഒരേ സ്ഥാപനത്തിൽ ജോലി നോക്കുന്നവരല്ലേ. ഗ്രേഡ് മാത്രം മാറിപ്പോയെന്നല്ലേ ഉള്ളൂ. വട കഴിക്കുന്നു. സാറിന് വേണ്ടി മേടിച്ചതാ. ഇന്ന് സാർ ഒരെണ്ണം കുറച്ച് കഴിച്ചാ മതി. എന്തൊരു വട തീറ്റിയാ. പിന്നെ ഇതിന് എത്ര ബലം പോരാ. ഒരു 2-2.5 അടി വാനം കുഴിച്ചിട്ട് കരിങ്കല്ലുകൊണ്ട് ബേസ്മെന്റ് കെട്ടി ഒരു 9 ഇഞ്ച് ഘനത്തിൽ ഒരു 10-20 അടി നീളത്തിൽ ഇങ്ങനെ പോയി അവിടെ ചെന്നിട്ട് ഒരു 10-20 അടി പൊക്കത്തിൽ ഈ സെൻട്രൽ ജയിലിന്റെ മതില് പോലും ഇങ്ങനെ കെട്ടിക്കൊണ്ട് വന്നാലേ ഒരു പോയോ വട കൊണ്ട് കൊടുക്കണം സാറേ. വേലി കെട്ടിയാർക്ക് എന്നോട് ഭയങ്കര ബഹുമാനം. ഞാൻ മോനെ കാണാനല്ലേ വന്നത്. ഞാൻ മോന്റെ ഡാഡിയല്ലേ. ഇതുണ്ടോ? ഇതാരാ? ഇതോ ഞാനില്ലേ. ഞാൻ എന്താ മോന്റെ അമ്മയെ ചെയ്തിരിക്കുന്നത്? അപ്പൊ ഞാനല്ലേ മോന്റെ അച്ഛൻ? ഇതുപോലെ ഞാനും എന്റെ അമ്മയെ കെട്ടിപ്പിടിക്കാറുണ്ടല്ലോ. ചിലപ്പോ വത്സലേന്റെ അമ്മ ഇതുപോലെ കെട്ടിപ്പിടിക്കാറുണ്ടല്ലോ. കെട്ടിപ്പിടിക്കുന്നവരൊക്കെ അച്ഛനാ? കെട്ടിപ്പിടിക്കുന്ന എല്ലാരും അച്ഛനല്ല. ഇതൊക്കെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാന്നല്ലേ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്നാ പറയണ്ട, ഞാൻ പോണു. ഓടാതെ അവിടെ നിക്ക്. ഞാൻ നിന്റെ അച്ഛനാണെന്ന് മനസ്സിലാക്കി തരാൻ ഞാൻ നിനക്കൊരു കഥ പറഞ്ഞുതരാം. ഞാൻ അച്ഛനെ കണ്ടു. നീ അച്ഛനെ കണ്ടോ? എവിടെ? തൊട്ടടുത്ത വീട്ടിൽ ഒരാള് താമസിക്കുന്നില്ലേ, അയാൾ എന്റെ അച്ഛനല്ലേ? ഇത് അയാൾ തന്നെയാണോ നിന്നോട് പറഞ്ഞത്? സ്കൂളിൽ വന്നപ്പോ അയാള് പറഞ്ഞു അയാൾ എന്റെ അച്ഛനാണെന്ന്. അമ്മയെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോയും കാണിച്ച്. കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നവരൊക്കെ അച്ഛനാവമ്മേ? ഇല്ല മോനെ, അയാൾ ആരാന്നറിയോ? പിള്ളേര് പിടുത്തക്കാരനാ. ഫോട്ടോ കാണിച്ച് എന്റെ മോനെ മയക്കാൻ വന്നതാ. പിള്ളേര് പിടുത്തക്കാരനാ? പിള്ളേരെ പിടിച്ചോണ്ട് പോയി കയ്യും കാലും ഒക്കെ തല്ലി ഒടിച്ച് കണ്ണും മൂക്കും ഒക്കെ കുത്തി പൊട്ടിച്ച് വഴിനീള തെണ്ടിക്കാനാ. അയ്യോ, ഇല്ല, ഞാൻ അവനോട് മിണ്ടില്ല. അവൻ എന്നോട് മിണ്ടാൻ വന്നാ പോടാ ചേത്താനെന്ന് പറയും. ഒറ്റ അടി വെച്ചെന്നാലുണ്ട് ലാസത്തെ. ആരെയാണോ നേടാ പോടാന്നൊക്കെ വിളിക്കുന്നത്? അയാളാരാ നിന്റെ വീട്ടിൽ ബാല്യക്കാരനാണോ? വായി തോന്നിയൊക്കെ പറയാൻ. അവൻ ചേത്താനാണ്, പിള്ളേര് പിടുത്തക്കാരനാണെന്ന് അമ്മയല്ലേ പറഞ്ഞേ. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ അമ്മയ്ക്ക് എന്താ ദേഷ്യം? ദേഷ്യമല്ല, പിള്ളേര് പിടുത്തക്കാരനാ. മോൻ കിടന്നു. എന്റെ മോൻ നഷ്ടാവുന്ന ഇപ്പൊ എനിക്ക് പേടി. ഇന്നലെ അവന്റെ സംസാരം കേട്ടതിൽ പിന്നെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഞാൻ. എന്റെ മോനെ ആ മനുഷ്യൻ തട്ടിയെടുക്കുന്ന തോന്നുന്നത്. നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ? ചേച്ചിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട്. അവൻ കൊച്ചുകുട്ടിയല്ലേ, മനസ്സ് മാറില്ലെന്ന് ആര് കണ്ടു? അങ്ങനെ സംഭവിച്ച പിന്നെ ഈ യമുന ഉണ്ടാവില്ല. ഞാൻ യമുനയോട് ഒരു കാര്യം തുറന്നു ചോദിക്കട്ടെ. നിങ്ങൾ തമ്മിൽ ഒരിക്കലും ഒത്തുചേരാൻ പറ്റാത്തെന്നുള്ള പാവം മോഹൻ ചെയ്തിട്ടുണ്ട്. ഒത്തുചേരാനോ? അത് ഈ ജന്മത്തിൽ നടക്കില്ല. എനിക്കത് നേരെ മറിച്ചാ തോന്നുന്നത്.
ഗുഡ് ഈവനിങ് മാഡം. കൊടുത്ത ചെക്ക് കിട്ടി, താങ്ക്സ്. ഇതാരാ? അനിയനാ? മോനാ. മോനോ? മൈ ഗോഡ്, യു ആർ സോ യങ്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് പുറത്താണോ? ഐ മീൻ ഗൾഫിൽ? അതെ. മോനെ, എന്താ മോന്റെ പേര്? ഞാൻ ഇതിനു മുമ്പ് ഒരു ടെക്സ്റ്റൈൽ കമ്പനിയിൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നുണ്ട്. ഈ തുണികളെ കുറിച്ചും ഫാഷനെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, ബ്ലൂ കളർ സാരി ഉടുത്താൽ യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ എന്ന് വെച്ച് ഇപ്പൊ മോശമാണെന്നല്ല അർത്ഥം. ചിലർക്ക് ചില കളേഴ്സ് നന്നായിട്ട് ഇണങ്ങും. ഞാൻ ബോറടിപ്പിക്കൊന്നും അല്ലല്ലോ? അതെ. വെരി ഗുഡ്. ഇങ്ങനെ തുറന്നു പറയുന്നവരാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. മോന്റെ പേരെന്താ? ഞാൻ വരട്ടെ. ശരി. മോന്റെ പേരെന്താ? വരനെ. എന്താണ് വിളിച്ചത്? ആദ്യ പ്രസംഗി. ഇതായിട്ട് ആദ്യ പ്രസംഗം കുറച്ച് കൂടുന്നുണ്ട്. ഒച്ച വയ്ക്കരുത്. മൂത്തവരെയൊക്കെ എങ്ങനെ പറയാവോ? അച്ഛനെ ചേട്ടനെന്ന് വിളിച്ച അമ്മയ്ക്ക് ഇഷ്ടമല്ലേ? ആരുടെ അച്ഛനാണ്? എവിടുത്തെ അച്ഛനാണ്? ആരാണ് നിന്റെ അച്ഛൻ? അയ്യോ, കുട്ടി സ്വല്പ വാശിക്കാരനാ. Messrs. Senkel Chemicals India Limited, Andheri, Bombay. This is for May I your come in, kind sir? information. The order will be expected within 3 months, full stop. Expecting an yearly reply, full stop. We remain, comma. Thanking you, yours faithfully. മിസ്റ്റർ മോഹൻ, എത്ര കോപ്പീസ് എടുക്കണം? 1 plus 3. Wait a minute. It's most urgent. ഇന്ന് തന്നെ കൊറിയറിൽ അയച്ചേക്കണം. ഓക്കെ. മേരി, ആ? എന്നെ ഈ ഓഫീസിൽ എല്ലാവരും സർ എന്നാണ് വിളിക്കാറ്. സോറി സർ. എന്തൊക്കെയായാലും ശരി, യമുനയുടെ മുമ്പിൽ വെച്ചുള്ള മോഹൻ വിളി എനിക്ക് വളരെ സുഖിച്ചു. അകത്ത് പോയിട്ട് വന്നപ്പോ മുഖത്തിനൊരു വാട്ടം. മാനേജർ വല്ല കുശലാന്വേഷണം നടത്തിയോ? അയാൾ എന്തിനാ എന്നോട് കുശലാന്വേഷണം നടത്തുന്നത്? അതിനുണ്ടല്ലോ ഓരോരുത്തര്. മോഹൻ, അയ്യടാ മോഹൻ പോലും മടിയിൽ വെച്ച് പേരിട്ടിരിക്കുന്നല്ലേ വിളിക്കുന്നത്. ആരെ വിളിച്ചത്? ആ ശൃംഗാരി മേരി. ചെക്കോ പഠിപ്പിക്കാനെന്നും പറഞ്ഞ് എന്നെ വിളിപ്പിച്ചതൊക്കെ വെറുതെയാ. ഇയാൾ അവളെ ശൃംഗരിക്കുന്ന എന്നെ ഒന്ന് കാണിക്കണം, അത്രേ ഉള്ളൂ. അതിന് നിനക്ക് ദേഷ്യം വരുന്ന എന്തിനാ? Then why do you bother? ആരെ ബോധർ ചെയ്തത്? കുറെ കഴിയുമ്പോ പഠിച്ചോളൂല്ല. അസൂയക്കും കുശുമ്പിനും മരുന്നൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്റെ മോളെ. ആ, എനിക്ക് അസൂയ. ഞാൻ അങ്ങ് സിസ്റ്റർ ഇതൊന്ന് ഒപ്പിട്ട് തന്നെ. കണ്ണാടി ഇങ്ങെടുത്തോണ്ടേ. അയ്യോ